പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പുതിയ അധ്യായങ്ങളുമായി സ്കൂളുകൾ വീണ്ടും തുറക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഒരു കുട്ടിയുടെ ഭാവി രൂപപ്പെടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ആ കുട്ടിയുടെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എത്രമാത്രം പങ്ക് വഹിക്കുന്നുണ്ടോ അതിനേക്കാൾ ഉപരിയാണ് ഓരോ രക്ഷിതാക്കളുടെയും പങ്ക് എന്ന് പറയുന്നത്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു രക്ഷിതാവ് തന്റെ മകന് നൽകേണ്ട മികച്ച സമ്മാനം എന്ന് പറയുന്നത് അറിവും ശീലങ്ങളുമാണ്, നല്ല ശീലങ്ങൾ. ഓരോ രക്ഷിതാക്കളും തന്റെ മകൻ ഉയർന്ന മാർക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴെല്ലാം തന്റെ മകന് നല്ല ശീലങ്ങളുണ്ടോ, നല്ല ദീനുണ്ടോ, നല്ല അറിവുണ്ടോ, നല്ല സ്വഭാവമുണ്ടോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടതിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൽ വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ വചനമായ യഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന 5 വചനങ്ങൾ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതിനുള്ള ഉദാഹരണമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അറിവ് നേടാൻ പല മാർഗങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് വായിക്കുവാനും എഴുതുവാനും ശീലിക്കുന്നതിനുള്ള പേന തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല അറിവും ശീലങ്ങളും നൽകുന്നതിനായി ഓരോ രക്ഷിതാക്കളും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഒരു മാതാവിൻ്റെ പ്രോത്സാഹനത്തിൻ്റെയും ക്ഷമയുടെയും ഫലമായി സമൂഹത്തിന് വലിയ ഒരു നേട്ടം നൽകിയ ഒരു ശാസ്ത്രജ്ഞനാണ് എഡിസൺ. കുഞ്ഞായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും ഒരു കത്ത് അമ്മയ്ക്ക് നൽകുകയും അധ്യാപിക നൽകുകയും ആ കത്തിൽ തൻ്റെ മകനെ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല, അവനൊന്നും പഠിക്കാൻ സാധിക്കില്ല എന്ന കത്ത് കണ്ട് അമ്പരന്നു പോയ ഞെട്ടലോടെ നോക്കി നിന്ന ആ മാതാവ് തൻ്റെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ഒരു നല്ല ബുദ്ധിമാനാണ്, നിന്നെ പഠിപ്പിക്കാൻ പറ്റിയ സ്കൂളല്ല അത്, അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിന്റെ അധ്യാപിക ഞാനാണ് നിന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അതിലൂടെ ആ മകൻ വൈദ്യുത ബൾബ് ഉൾപ്പെടെ ലോകത്തിന് ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങളാണ് സമ്മാനമായി നൽകിയത്. ഇങ്ങനെ ഓരോ മാതാവും തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരായ രീതിയിൽ ശരിയായ മാർഗദർശനം നൽകിക്കൊണ്ട് കുട്ടികളെ വളർത്തുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.